പ്രോപ്പറായിട്ട് ഡയറ്റ് നോക്കുന്നു, ഫൈബർ റിച്ച് ഫുഡും കഴിക്കുന്നുണ്ട്, വെള്ളം നല്ല തോതിൽ കുടിച്ചും തുടങ്ങി, എന്നിട്ടും നിങ്ങളുടെ പൈൽസിൻ്റെ അഥവാ മൂലക്കുരുവിൻ്റെ ഇഷ്യൂ വീണ്ടും വീണ്ടും വരുന്നുവെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഒരു ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. ഈ ഹൈപ്പർതൈറോയിഡിസം ഉള്ള രോഗികൾക്ക് പൈൽസിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ തൈറോയ്ഡ് കംപ്ലൈൻറ്റ് ഉള്ളപ്പോൾ ശരീരത്തിൻ്റെ മെറ്റബോളിസം സ്ലോ ഡൗൺ ആവുകയും ഇൻറ്റസ്റ്റൈൻ മൂവ്മെൻറ്റ്സ് താളം തെറ്റുകയും ചെയ്യുന്നു. ഇതുവഴി മലം കട്ടിയാവുകയും ഇത് പുറത്തേക്ക് കളയുന്നതിന് വേണ്ടി രോഗി നല്ല രീതിയിൽ സ്ട്രെയിൻ ചെയ്യുകയും പൈൽസിലേക്ക് എത്തുകയും ചെയ്യുന്നു. സോ ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് വാട്ട് യു ഈറ്റ്, സംടൈംസ് ഇറ്റ്സ് അബൌട്ട് വാട്ട് യുവർ ഹോർമോൺസ് ഡു. ഈ പൈൽസായിട്ട് വരുന്ന ഓരോരുത്തരുടെയും സ്റ്റോറി വ്യത്യസ്തമാണ്. അവരുടെ ഡയറ്റ്, ഹോർമോൺസ്, ലൈഫ് സ്റ്റൈൽസ് എല്ലാം വ്യത്യസ്തമായിരിക്കും. ഹോമിയോപ്പതിയുടെ ഒരു വ്യക്തിഗത ട്രീറ്റ്മെൻറ്റാണ്. ഈ ട്രീറ്റ്മെൻറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് അതിൻ്റെ റൂട്ട് കോസ് അഥവാ മൂലകാരണത്തെ ആയിരിക്കും, ഇൻക്ലൂഡിങ് തൈറോയ്ഡ് ഇംബാലൻസ്, ഡൈജഷൻസ്, സ്ട്രെയിൻ ടെൻഡൻസി, ഈവൻ ഇമോഷണൽ സ്ട്രെസ്. അതുകൊണ്ട് തന്നെ റിക്കറൻ്റ് ആയിട്ട് പൈൽസിൻ്റെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ചാൽ പൈൽസിൻ്റെ ഇഷ്യൂ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ്. Velit Homeopathy, on a mission to cure.